ഗുഡ് മോർണിംഗ്. ഇന്ന് കുട്ടികൾക്കൊക്കെ ലീവാട്ടാ. തിങ്കളാഴ്ച എക്സാം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എക്സാം ഒന്നും ഇല്ല. എക്സാം ആയ കാരണം ഇന്നലെ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയില്ല. പഠിപ്പിക്കണം അതിലായിരുന്നു. അപ്പം ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഇന്ന് സ്കൂളില്ല, മഴയായ കാരണം സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് സ്കൂളുണ്ടോന്നും. പക്ഷെ സ്കൂൾ ഉണ്ടാവുക നല്ലത്. ഇന്ന് എക്സാം ആയ കാരണം ഒരു എക്സാം കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിഞ്ഞൂല്ലോ. പക്ഷെ ഇതിപ്പോൾ ലീവായപ്പോൾ അതിപ്പോൾ പെൻഡിങ് ആയപ്പോൾ ആ പഠിച്ചതൊക്കെ ഇനി എന്നൊക്കെയാണ് മാറ്റണമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നാളെ മുതൽ അടുത്ത എക്സാം തുടങ്ങും. ഇന്ന് ലീവ് പറഞ്ഞ് പ്രഖ്യാപിച്ച കാരണം ഇന്ന് നല്ല വെയിലുണ്ട്. 8 മണിയാകുമ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് അമ്മല് വീട്ടിലില്ല. അമ്മലില്ലാത്ത ഒരു ഉഷാറില്ല. അമ്മൽ മാമൻ്റെ അമ്മയുടെ കൂടി വയനാട് പോയി എടുക്കാം. അപ്പോൾ ഒരു ടിഫനും ഒക്കെ ഉണ്ടാക്കാനൊരു ഇതില്ല. എന്നാലും പുട്ടും മുതിരയും ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ മുതിര വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പുട്ട് ഞാൻ വെള്ളത്തില് പൊൻകതിറിന്റെ പുട്ടുപൊടി യൂസ് ചെയ്യാം. അപ്പൊ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് അതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. എന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പുട്ടിലേക്ക് ഇങ്ങനെ തേങ്ങ ഞാനിങ്ങനെ കൊത്തിയിട്ട് എടുക്കുക. അത് ശരിക്കാറില്ല. ഇങ്ങനെയാകുമ്പോൾ നല്ല എളുപ്പമാണ്. അപ്പം ഇങ്ങനെ കൊത്തിയിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും. അപ്പോൾ പുട്ടിലേക്ക് സെറ്റാവും. ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മുതിര കാച്ചുള്ളത് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുതിരയൊക്കെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുട്ട് ആദ്യം ശരിയാക്കാന്ന് വിചാരിച്ചിട്ടോ. പുട്ടിന്റെ പണി പുട്ട് കുറ്റിരിക്കാണ്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പൊ മുതിര കാച്ചാലും വെച്ചിട്ട് മുതിരകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എക്സാം ആയ കാരണം ആകെ കൂടിയൊരു എക്സാമിന്റെ ടൈമല്ലേ. അപ്പൊ ഇനിയിപ്പോ നാളെ വേറെ അടുത്ത എക്സാം അല്ലേ. അപ്പൊ ഇന്നിപ്പോ കുട്ടികളൊക്കെ ടിഫൻ കഴിഞ്ഞിട്ട് വേണം പഠിപ്പിക്കാതിരുത്താൻ. എക്സാം ആയ ഒരു ടെൻഷനാ. ആകെ കൂടി ഒരു വെപ്രാളാ. എന്ത് ചെയ്താലും ഒരു നെഞ്ചിലെന്തോ ഒന്ന് ഇരിക്കണ പോലെ ഒരു ഫീലാ. അപ്പൊ നമുക്ക് പുട്ട് വേഗം സെറ്റാക്കി. അവർക്കൊരു ടെൻഷനുണ്ട് കാര്യം. എനിക്കാണ് ടെൻഷൻ. ഞാനും പരീക്ഷയ്ക്ക് പോകുന്നതാണ് എൻ്റെ ഇപ്പൊ ഡൗട്ട്. പ്രേക്ഷകനോട് കേട്ടി നീയാണോ പരീക്ഷയ്ക്ക് പോകുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയും. അവര് എക്സാം കഴിഞ്ഞ് വരണ എനിക്ക് ടെൻഷനാ. ഞാൻ വന്ന് അവര് ആ എക്സാം ഒക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലാണ് എനിക്കൊരു സ്വസ്ഥതയുള്ളൂ. അങ്ങനെ കുട്ടി നമുക്ക് വയ്ക്കാൻ കേട്ടോ. ഒരു 1.5 കുട്ടി കുട്ടിന്റെ ആവശ്യമുള്ളോ? ആരും ഇല്ലല്ലോ. അമലില്ല, പ്രേക്ഷകരില്ല. മുതിര കാച്ചാൻ വേണ്ടിട്ട് മുതിര കാച്ചുള്ള പരിപാടി. അപ്പൊ ഞാൻ ചതയ്ക്കാൻ ഈ ഇതുമ്മന്നിട്ട് ചതക്കുക ചെയ്യുന്നു. അത് ഇടിക്കല്ലിടുക്കാൻ ഇഷ്ടമല്ല. ഇടിക്കല്ല കുഞ്ഞിയതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ചതക്കണ്ടേ. ഞാൻ നല്ല കട്ടിംഗ് ബോർഡ് ശരിക്കും ഒറ്റ മരത്തിലുണ്ടാക്കി കട്ടിംഗ് ബോർഡാണ്. അപ്പൊ അതില് ചതച്ചാലും മരത്തിന് കുഴപ്പമൊന്നും പറ്റില്ല. അപ്പൊ അതില് ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളി ഞാൻ അതിലെ ചതക്കും. ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആവി വരുന്നുണ്ട് കേട്ടോ. ഒരു ആവി വന്നൊരു 2 മിനിറ്റ് വേണ്ട. കഴിഞ്ഞ് നമുക്ക് എടുത്തേക്കാം കേട്ടോ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഈ പരിവായ സമയത്ത് നമുക്ക് മുളകും പൊടി ഇടാം കേട്ടോ. മുളകും പൊടി കുറച്ച് അത്ര അധികം ഇടണില്ല. കാരണം പിള്ളേഴ്സിനൊക്കെ കളിക്കേണ്ടതല്ലേ. കുളിച്ച് കഴിഞ്ഞാൽ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഇട്ടുണ്ടായിരുന്നു. ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കുക. തേങ്ങ എത്ര ഇടുന്ന അത്രയും ടേസ്റ്റ് കേട്ടോ. കല്ലൂടെല്ലാം 2 പേർക്ക് നല്ല അടി കിട്ടും. ഇതിരിയൊക്കെ വയ്ക്കാൻ എല്ലാവർക്കും അറിയണ്ടാവും. എന്നാലും ഞാൻ റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്തതാട്ടോ. പുട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ട് നമ്മൾ തട്ട് കേട്ടോ. പിന്നൊരു കുറച്ചും കൂടി പുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇതാക്കി വെക്കണം. നല്ല വെള്ളയിലുണ്ട്. നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞത് ഇത് വലിയ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇത് നല്ല മഴക്കാറ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴക്കാറ് വന്നിട്ടുണ്ട്. പിള്ളേഴ്സൊക്കെ ഇതേ ഇവിടെ കളിക്കുന്നുണ്ട്. വായോ ടിഫൻ കഴിക്കാം. വായോ. പപ്പടം അങ്ങ് പറ്റില്ല ഗൈസ്. അപ്പൊ പപ്പടം അച്ഛമ്മോട് പറഞ്ഞിട്ട് അച്ഛമ്മ പുറത്ത് കൊടുക്കുക. അങ്ങനെ ഞങ്ങള് രാവിലത്തെ ടിഫൻ കഴിക്കാതിരിക്കാനുള്ള പരിപാടിയാണ്. ഒന്നര രണ്ടെണ്ണം കഴിക്കാനല്ലേ.
പുട്ട് വിരോധികളുണ്ട് ഗൈസ് ഈ വീട്ടില്. പുട്ട് ചിലവർക്ക് പുട്ടിന് ചെറിയൊരു ഇതാ. ഇവിടെ വലിയ ടേബിളാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ടേബിളിന്റെ ചില്ല് പൊട്ടിയിട്ട് കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നു. അപ്പൊ പ്രേക്ഷേട്ടൻ ഇനിയിപ്പോ ആ ചില്ല് പൊട്ടിയ ടേബിൾ ഇവിടെ ഉണ്ടാച്ചിട്ട് ഇന്നലെ പുറം പണിക്ക് ചിന്നച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ പണിക്ക് ഉള്ളപ്പോ അവനായിട്ട് മോളിക്ക് ആ ടേബിൾ മോളിക്ക് മാറ്റി. എന്നിട്ട് ഇത് ചെറിയൊരു ടേബിൾ ഇവിടെ അമ്മയുടെ റൂമിൽ കിടന്നിരുന്നു. അപ്പൊ ആ ടേബിൾ എടുത്ത് ഞങ്ങള് അടുക്കളയിലേക്ക് ഇട്ടു. അപ്പൊ കഴിക്കട്ടേട്ടാ. മീനൊരു കുഴപ്പമുണ്ടാവില്ല. മീനല്ല പിന്നെ മീനൊക്കെ വാങ്ങിച്ചതേ വരുന്നുണ്ട് കേട്ടാ. മീന് അയിലാണ് കേട്ടാ മീൻ. ഇന്നലെ ഇന്നലെ മുഴുവൻ പണിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പറമ്പൊക്കെ അവത് വൃത്തിയാക്കി ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഇവിടെ പോവാ, ചെന്നൈ പോവാ. അപ്പോൾ ആ പോണേൻ്റെ ഉള്ളിൽ ഇന്നലെ വന്നിട്ട് എല്ലാവിടും ക്ലീൻ ആക്കിയിട്ടാ സൂപ്പറാക്കിയിട്ട് തന്നിട്ടുണ്ട് പറമ്പൊക്കെ. ഇത് മീനിത് അയിലും പിന്നെ 2-3 കണമ്പുണ്ട്. അത് നാസറേട്ട അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണതാണ് കേട്ടോ. രാവിലെ ചോറ് വെച്ചിട്ടില്ല. അപ്പം ഇപ്പം ചോറ് വെക്കാനായിട്ട് ഇത് ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. റേഷൻ കടയിൽ അരിയ കാരണം അധികം വേവൊന്നും ഇല്ലാത്ത കാരണം ഇപ്പം വെച്ചിട്ടുള്ളൂ. മീനൊക്കെ ഇത് നന്നാക്കി സെറ്റായിട്ടുണ്ട് കേട്ടോ. വെറുതെ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. രണ്ടാളിരുന്ന് പഠിക്കാൻ കേട്ടോ. ഒരാൾക്ക് ബോറടി ആരാധ്യ ബോറടിച്ചിട്ടിരുന്ന് പഠിക്കണതാണ് കേട്ടോ രണ്ടാളും പറയുന്നത്. ഒരാൾക്ക് നാളെ സ്പോക്കൺ ഇംഗ്ലീഷും ഒരാൾക്ക് ഇംഗ്ലീഷും ആണ് കേട്ടോ. തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ പുതപ്പിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓണാക്കുക കേട്ടോ. ഇതൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മീൻ വറക്കാനും ഇട്ടിട്ടുണ്ട്. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് മറച്ചിടുക. അങ്ങനെയാണ് കേട്ടോ മീൻ വറുത്തെടുക്കുക. അപ്പോൾ തലയൊക്കെ അയിലത്തലയൊക്കെ വറക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഇട്ടിട്ട് മീൻ ഒന്നും കൂടി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇന്നത്തെ ലഞ്ചാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ. അയിലക്കറിയൊക്കെ സെറ്റായി, മീൻ വറുത്തു. പിന്നെ കാലത്ത് നമ്മൾ പുട്ടിലേക്ക് ഉണ്ടാക്കിയ മുതിര ഉപ്പേരി ബാക്കിയുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ പപ്പടം. എനിക്ക് വിശന്നു വയസ്സ്. അപ്പോൾ ഞാൻ ചോറുന്ന പിള്ളേഴ്സിനും അമ്മയ്ക്കൊന്നും ഇപ്പോൾ ചോറ് വേണ്ട. അപ്പം ഞാനിപ്പോൾ വേഗം തന്നെ ചോറുന്നാണ്. ചോറിനൊക്കെ കുറച്ച് നേരം കിടന്നിട്ട് ഉച്ച വരുമ്പോൾ കുറച്ച് പണികളുണ്ട്. അയ്യോ പഠിച്ചിട്ട് അതിൻ്റെ ഇടയിൽ റെസ്റ്റിൽ കളിക്കാൻ വന്നാട്ടെ കേസ്. അപ്പോൾ ചോറിനില്ല. അപ്പോൾ ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് ചോറ് പുറത്തൊക്കെ കൊടുന്നിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാകുമ്പോൾ രണ്ടാളും കഴിക്കും. പ്രേക്ഷേട്ടൻ ഇതുവരെ ചോറിന് എത്തിയിട്ടില്ല. ഓട്ടമുള്ള കാരണം എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ചോറിനിട്ട് ഇരിക്കുമ്പോഴേക്കും വരും. കുറച്ച് കഴിയുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കണേ. എനിക്ക് വേണ്ടാട്ടാ. ആദ്യം എന്താ മഞ്ഞ കണ്ണ് രണ്ട് മൈനേനെ കണ്ടിട്ടാണ് ഗായ്സ് ഒറ്റ മഞ്ഞക്കണ്ണുള്ള പക്ഷീനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാട്ടോ. അച്ഛൻ ചോറിനാ വന്നിട്ടുണ്ട് ഗായ്സ്. അച്ഛൻ വയ്യാണ്ട് ഇത് പണിക്കൊന്നും പോയിണ്ടായിരുന്നില്ല. അപ്പം ഇന്നോട്ടിട്ടാ പണിക്ക് പോയിട്ടില്ല. പ്രേക്ഷേട്ട അത് എത്തിയിട്ടുണ്ട് ഗായ്സ്. പ്രേക്ഷേട്ട കയ്യിലെന്തോ ഒരു കവറുണ്ട്. അജ്ഫാനിലത്തെ ഉണ്ടാ ഞങ്ങൾ പ്രോട്ടീൻ പൗഡറല്ല പ്രോട്ടീൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള വരവാണ്. ബദാമും നമ്മുടെ വാൾനട്ട് അങ്ങനത്തെ സൺഫ്ലവർ സീഡ് അങ്ങനെയൊക്കെ കേട്ടോ. പാരതിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഐറ്റംസ് ഒക്കെ ആട്ടോ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കും. പൗഡർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പൊടി ഇങ്ങനെ ഉണ്ടയാക്കൂട്ടാ. പ്രേക്ഷേട്ടൻ വന്നിട്ട് ഫുഡ് കഴിക്കാട്ടോ. നല്ല വിശന്നിട്ടാണ് വരവ്. മറൈൻ വേൾഡിലേക്കൊക്കെയാണ് ഓട്ടം ഉണ്ടായിരുന്നത്. അപ്പം ഇത്തിരി നേരം വൈകി. ഞാൻ അച്ഛതേ പോവാണ് കേട്ടോ. അച്ഛന് ഇനി പണിയുണ്ട്. 2 മണിക്ക് പണിക്ക് കയറണേ. പിന്നെ 5 മണി വരെ ഉണ്ടാവും. അങ്ങനെ എളുപ്പം പറപ്പൂർക്ക് പോവാട്ടോ. നാളെ ഉണ്ണൂട്ടം പോവാണ്. അപ്പോൾ അതിനപ്പോൾ ഇന്ന് രാത്രി അവിടെ കൂടാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവാട്ടോ.
ചായ കുടിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ മുല്ലശ്ശേരി കനാലിൻ്റെ അവിടുത്തെ ചെറിയ ചക്കത്ത് കടയിലേക്ക് വന്നെടുക്കട്ടെ. എനിക്കൊരു പഴംപൊരി മതി, ഒരു ബ്ലാക്ക് കോഫി, അത് മാത്രം മതി. ഒരു പഴംപൊരി മതി, വേറെ ഒന്നും വേണ്ട. പൊന്നിസ് പൊക്കോ. വയു ഉള്ളിലിരുന്നിട്ടാ കുടിക്കണേ. ഇതൊക്കെ കഴിക്കില്ലേ? ഇതാത് കുട്ടൻ്റെ ഇതെന്താ കാടാമുട്ട ബജ്ജിയോ? കാടാമുട്ട ബജ്ജിയും പഴംപൊരി. അമ്മയുടെ പഴംപൊരി ഏതാ പഴംപൊരി ഇട്ട വയസ്സ് ധാരാതിമോള് മുട്ട ബജ്ജിയും പഴംപൊരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കനാലിൻ്റെ പാലത്തുമ്പ് കൂടി ആയിട്ടാ ഞങ്ങൾ പോണത്. ചെറിയ പാലാട്ടത്. നല്ല രസമായിട്ട് ഇവിടെ, നല്ല കാറ്റുണ്ട്. മഴയൊന്നുമില്ല കേട്ടോ ഈ നേരത്ത്. ചെറിയൊരു മൂടിക്കെട്ട് പോലെ ഇങ്ങനെ ഉണ്ട്. പ്രാവേ ശരിയാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അനിയൻ വിളിച്ച് പറഞ്ഞൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളത് വാങ്ങിക്കാനായിട്ട് വന്നാട്ടോ. ചിക്കനൊക്കെ വാങ്ങിക്കണം. ചിക്കൻ കടയിലേക്കൊക്കെ ഇങ്ങനെ പോകണിട്ട്. അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി ഉണ്ട്. പറപ്പൂര് ചന്തയെന്നുണ്ട് ചിക്കൻ വാങ്ങിക്കാം. അപ്പം അവിടേക്ക് പോവാം. ഞങ്ങൾ പറപ്പൂര് ചന്തയിലെത്തിയിട്ടാ. അപ്പം ചിക്കൻ കടയിൽ തന്നെ പച്ചക്കറിയും ഒക്കെ കിട്ടണ ഒരു ഷോപ്പാണ് ഇവിടെ. അപ്പോൾ അവിടേക്ക് പോവാം. എൻ്റെ കടയിലേക്ക് ചിക്കനൊക്കെ ഇതേ സെറ്റാക്കാട്ടോ. കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മോട് വിളിച്ച് ചോദിച്ചിട്ട് പച്ചക്കറി വാങ്ങിക്കണം കേട്ടോ. നോക്കാം. ഞങ്ങൾ ഉണ്ണിയൂട്ടം പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഗൈസ്. അവർ വയനാട്ടിൽ നിന്ന് എത്താൻ നേരം വേഗം. അപ്പോൾ ഇറച്ചിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞ് എല്ലാം വാങ്ങിച്ച് ഇതേ ഞങ്ങൾ പറപ്പൂര് വീട്ടിലേക്ക് പോവാട്ടാ. പച്ചക്കറിക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഉണ്ണിയൂട്ടം പറഞ്ഞ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിലായിട്ടാ വണ്ടി ഇട്ടത്. ഇനിയിപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞ് ഇവിടെ ഉണ്ണിയൂട്ടൻ്റെ വണ്ടി വരില്ല. അപ്പോൾ പ്രേക്ഷേട്ടാ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നിട്ട് വരിക കേട്ടാ. നമ്മൾ ഓട്ടോറിക്ഷയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്മന്ന് വിളിച്ചോണ്ടിരിക്കുക കേട്ടോ. അത് തായു വെയിറ്റ് ആവും. അമ്മയ്ക്ക് തന്നോ. ദിവസമൊക്കെ എത്തിയിട്ട് ഗൈസ് എല്ലാവരും എത്തി. ഓരോരുത്തർ ക്ഷീണിച്ചിട്ട് ഇറങ്ങുക കേട്ടാ. ചോദിക്കേട്ടാ എന്താ ചോദിക്കേ. താറാവ് കറിയും ഉപ്പേരിയും മാന്തൾ കൂട്ടാനും ചിക്കൻ റോസ്റ്റും ഒക്കെ ഇത് റെഡി ആയിട്ട് ഇതേ ഇവരൊക്കെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇതേ ഇരുന്ന് തുടങ്ങിയിട്ടാ. അവര് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടാ. പൊന്നുസേ ഒരു ഹായ് പറയേ. പൊന്നുസേ ഹായ്. ഗംഗൂസ ഹായ് പറയേ. ഗംഗൂസ ഹായ് പറയേ. അമ്മൂസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ഇതേ ഉണ്ടിട്ട് നാളെ പോകും. അപ്പോൾ വ്ളോഗൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തോളൂട്ടാ ഗായ്സ്. മാമന്റെ മാറ്റം ഗൗരി